ഫസ്റ്റ് വീക്കില് കീമോ ചെയ്തിട്ട് മുടി കൊഴിഞ്ഞു പോയെന്ന് പറയുന്നു. ആരെയും മുടി കൊഴിഞ്ഞു പോകത്തില്ല, ചുമ്മാ ഫോട്ടോ എടുത്ത് ഇതുപോലെ എഡിറ്റ് ചെയ്ത് ഇടുന്നതും ഒക്കെ തന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. എല്ലാവരും ഇത് AI ആണോ എന്ന് അന്വേഷിക്കത്തില്ല. നമ്മൾ ഈ ഫീൽഡിലുള്ളതുകൊണ്ട് നമുക്കിത് മനസ്സിലാകും. അത് മാത്രമല്ല എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് രേണുസുതിയുടെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ രേണുസുതിയുടെ കണ്ടന്റ് എടുക്കേണ്ട എന്ന് തീരുമാനിച്ചാണ്. പക്ഷെ കുറേയേറെ കാര്യങ്ങളുണ്ട്. അവർ ഓരോ ദിവസം കാണിച്ചു കൂട്ടുന്നത് മനുഷ്യർ ഒരുമാതിരി പൊട്ടരാക്കുന്ന രീതിക്കുള്ള ഇവർക്ക് അസുഖം പറഞ്ഞപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇവർ എന്നേലും കിടന്ന് കാണിക്കട്ടെ, ഇനി ഒന്നും പറയണ്ട എന്നുള്ള രീതിക്കായിരുന്നു. പക്ഷേ ഈ ഒരു രോഗത്തെ ഇവർ ഇത്രയും ബിസിനസ് ആക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഇതുപോലെ ബിസിനസ് ആക്കുന്നു, ഇതുപോലുള്ള കോലഘട്ടങ്ങളിൽ ഇവർ കെട്ടുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ ഒരുപാട് ക്യാൻസർ പേഷ്യനെ കണ്ടിട്ട് ഞാൻ ഞങ്ങളുടെ വീട് തൊട്ടടുത്ത് ഉള്ള വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതിന് ലെൻസിനായിരുന്നു. ആ കൊച്ചൊക്കെ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളും ആ ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടല്ലോ, നമുക്കത് കണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അതുപോലുള്ളതാണ്. പക്ഷേങ്കിൽ ഇതൊന്നുമല്ല ക്യാൻസറിന് ഒരുമാതിരി കളിയാക്കുക. ഇങ്ങനെയുള്ള അസുഖമുള്ളവർക്കൊക്കെ ഇത് തന്നെ പ്രശ്നം വരുന്നതെന്നറിയാം. ഇപ്പം ഇവർ ഇങ്ങനെ ഇത് കാണിക്കുമ്പം ഈ ചില വീടുകളിലാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പം അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അവർ പറയുമ്പോൾ ഇത് മറ്റുള്ളവർ പറയും, നിങ്ങളൊക്കെ ചുമ്മാ കിടന്നങ്ങ് പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഇത് വന്നപ്പോഴേ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു. രേണുസുതി കിടന്ന് അവർക്കൊരു കുഴപ്പമില്ലല്ലോ, അവരെത്ര ആക്റ്റീവാണ്, അവരെത്ര തമാശയായിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത് എന്ന് പറയും. പക്ഷേ ഇത് ശരിക്കും വന്നിട്ടുള്ളവർക്കറിയാം ഇത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ശരിക്കും ഞാൻ കണ്ടാണ്. അതുപോലെ തന്നെ ഇവർ വന്ന് കീമോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർ മുടി പൊഴിയാൻ തുടങ്ങി. പക്ഷേ ഫസ്റ്റ് ഇതിലൊന്നും എനിക്കറിയില്ല മുടി പൊഴിഞ്ഞിട്ടുള്ളതായിട്ട്. ഞങ്ങളുടെ ഇവിടെയുള്ള കൊച്ചിന് 2-3 കണ്ടായപ്പോഴാണ് അതിൻ്റെ മുടി, അതും ആ മുടിയൊന്നും അത് മുറിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. കുറേ കഴിയുമ്പോഴത്തേക്ക് മുടി ഇങ്ങനെ പൊഴിഞ്ഞു പോയി. നമുക്കറിയാം ഒരു വല്ലാത്ത രീതിയാണ് ആ മുടി കാണുമ്പോൾ നമുക്കറിയാം. അന്നേരമാണ് അത് മൊത്തം മുട്ടയടിച്ച കൊച്ച് കളയുമായിരുന്നു, മുടി മൊത്തത്തിലും കളയുമായിരുന്നു. ഇതങ്ങനെയൊന്നും അല്ല. ഇത് ഫസ്റ്റ് ഇതിൽ തട്ടി മുടി മുറിച്ച് കളയുന്നു, ഭയങ്കര ഇതാണ് കാണിക്കുന്നത്. ചില സമയത്ത് അവശതയായിട്ടിടുന്നു, ചില സമയത്ത് ഭയങ്കരമായിട്ട് കിടന്നങ്ങും വീഡിയോ ചെയ്യുന്നു. ആ മുടിയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാണിക്കാത്ത കാര്യം. അതുപോലെ തന്നെ ഒരു ക്യാൻസർ പേഷ്യൻ്റൊക്കെ ശരിക്കും അവരാവശ്യമില്ലാതെ എങ്ങും പോകുമോ എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കാര്യം 4 പേര് കൂടുന്നിടത്തേക്ക് അവർക്ക് പോകാൻ പറ്റത്തില്ല. കാര്യം വല്ല ഇൻഫെക്ഷൻ എന്തെങ്കിലും അവർക്ക് വരും എന്നുള്ള ഇതുകൊണ്ടാണ് അവർ പോകാത്തത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോൺ ഒരുപാട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇതൊന്നുമല്ലാതെ ഇതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ടൊരു ക്യാൻസറാണിത്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാൻസർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതിനെതിരെ ഒരുപാട് പേര് വന്ന് വിമർശിക്കുന്നുണ്ട്. ഈ അസുഖം കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് വന്ന് ഇതിനെപ്പറ്റി ഒരുപാട് കമൻറ്റ് ഇടുന്നുണ്ട്, ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അന്നേരമൊക്കെ ഓർത്ത് എന്നേലും കിടന്ന് കാണിക്കട്ടെ. പക്ഷെ അതിനുണ്ടല്ലോ ഇവർ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിലേക്ക് ഇവരങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. ചിലർ പറയും അവരുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ, മറ്റതല്ലേ, മറിച്ചല്ലേ എന്നൊക്കെ. ഇതൊക്കെ മറ്റുള്ളവരെയൊക്കെ എത്രമാത്രം ബാധിക്കുമെന്നും കൂടെ ഒന്ന് ചിന്തിക്കണം. കാര്യം ഇവരെ ഇപ്പോൾ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. ഈ സഹായങ്ങളൊന്നും കിട്ടാതെ ഒരുപാട് മനുഷ്യർ കിടന്ന് വിഷമിക്കുന്നുണ്ട്. അവരൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് അവരെവിടെയെങ്കിലും ഒന്ന് ക്ഷീണിച്ച് കിടക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വയ്യാതെ കിടക്കുകയോ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം ഒരു വീട്ടിലെ മരുമോളായിരിക്കാം ഈ അസുഖത്തോട് മത്സരിക്കുന്നത്. അതിനോട് മല്ലടിക്കുന്ന ആ ഒരു വ്യക്തിയുടെ വീട്ടിലെ അവർ പറയുക, അതേണ്ടേ അവർ കണ്ടോ ഒരു കുഴപ്പമില്ല, നിനക്ക് മാത്രമല്ല, നിനക്ക് ഇങ്ങനെ താങ്ങാൻ ആളുള്ളതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെ അവശത കാണിക്കുന്നത്. ഇങ്ങനെയുള്ള കുത്തുവാക്കുകളൊക്കെ പലരും കേൾക്കേണ്ടി വരും. അതൊക്കെ കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളൊന്ന് മര്യാദക്കിരിക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് അസുഖമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒടേ തമ്പുരാൻ അറിയാം. ഇനി അല്ലെങ്കിൽ ആ ഡോക്ടേഴ്സ് വന്ന് നേരിട്ട് പറഞ്ഞാൽ അറിയാം. എനിക്കൊന്ന് ഇവർക്ക് കാണും അസുഖം ഇല്ല എന്നല്ല, പക്ഷേ അത് ചെറുതായിട്ടായിരിക്കും. ഇവർ ഈ പറഞ്ഞ പോലെ 15ാമത്തെ വയസ്സിലൊന്നും ഇവർക്ക് തുടങ്ങിയ സൂക്കേടൊന്നും അല്ലത്. അതൊക്കെ നമ്മൾ അന്നേരമൊക്കെ ഒന്നും ആരും മിണ്ടാന്ന് വെച്ചാൽ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 15ാമത്തെ വയസ്സിൽ അതുണ്ട്, അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതും ഒരു വീട്ടിലുള്ള പേരൻസിനോട് പോലും പറയാതെ, അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് മാത്രം ഡോക്ടർ പറയുക. പിന്നെ ഇത്രയും വർഷം അവർ വരിക, അവർ ഒരു ഡെലിവറി കഴിഞ്ഞു, കുഞ്ഞിനെ മുലയൂട്ടി, അതെല്ലാം കഴിഞ്ഞിട്ടും അവർക്ക് ഇപ്പോഴാണ് അവർ ഇതിനെ അങ്ങനെയൊക്കെ ഇവർ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്, ഒരുപാട് കഥകൾ. ഇതൊക്കെ ചിലരൊക്കെ അങ്ങ് വിശ്വസിക്കും. എന്നാൽ ഇതൊക്കെ വിശ്വസിക്കാത്ത ആൾക്കാരാണ് ഇതിന് നെഗറ്റീവ് പറയുന്നത്. അപ്പോൾ അവർ മോശക്കാരുമാകും. അപ്പോൾ ഈ അൻഷാദ് എന്ന് പറഞ്ഞ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ കൂടെ കുറേ റീലും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങേരാണ് ആദ്യം വന്നിച്ച് പറഞ്ഞത്, സജിനെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, രേണുവിന് ഇങ്ങനെ ഇച്ചിരി സീരിയസ് ആണ്, ICUലാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതൊരു പക്ഷേ സജിനയുടെ കയ്യിൽ കുഴപ്പമായിരിക്കും എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇവരുടെ വീട്ടുകാർ തന്നെയായിരിക്കും സജിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോഴായിരിക്കും അവർ ചെയ്തത്. എന്നാണേലും ഞാൻ സജിനയ്ക്ക് സപ്പോർട്ട് നിൽക്കുമെന്നല്ല കേട്ടോ, അങ്ങനെയുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. ഇപ്പം സജിനെ ഒരു സൈഡിൽ തിരിഞ്ഞു, ശ്രീതു ഒരു സൈഡിൽ തിരിഞ്ഞു. ഇവരെല്ലാം രേണുവിൻ്റെ ഇടവും വലവും നിന്നവരാണ്. കാര്യം ഈ ശ്രീതു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ശ്രീതു ഒരു പരിധി വരെ ഈ സത്യസന്ധമല്ലാത്ത കാര്യത്തിന് ശ്രീതു എതിർക്കാറുണ്ട്. അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീതുവിൻ്റെ പല വീഡിയോയിലും ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ശ്രീതു എതിർത്തപ്പോഴാണ് രേണു പറഞ്ഞത് ശ്രീതു എൻ്റെ ഫ്രണ്ട് അല്ല എന്ന്. ശ്രീതുവിനെ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് രേണു വന്ന് ഭയങ്കര അഷ്പുഷ രീതിയിലൊക്കെ ഇത് പറഞ്ഞായിരുന്നു. ശ്രീതു ഇപ്പോഴും അത് തന്നെയാണ്. ശ്രീതു നമ്മൾക്കൊക്കെ തോന്നുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ശ്രീതുവിനും തോന്നുന്നത്. അതുകൊണ്ട് ശ്രീതുവിൻ്റെ ചാനലിലൂടെ വന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ അൻഷാദ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ അങ്ങനെ കൂടുതലാന്ന് പറഞ്ഞിട്ട സമയത്ത് ഈ സജിനെ വിളിക്കുമായിരുന്നോ അതോ സജിനെ വിളിക്കുമായിരുന്നോ, ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്രണ്ട്സാണെന്നാണ് പറയുന്നത്. അങ്ങനെ വിളിച്ച് സംസാരിച്ച സമയത്ത് ആ വോയിസ് മൊത്തം പുറത്തു വിടുകയും അങ്ങനെ ഈ സജിനെ ഒന്ന് നാണം കെടുത്തി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങേർക്ക് പ്രത്യേകിച്ച് ചാനലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ആ പുള്ളി കാണിക്കുന്ന റീച്ചിന് വേണ്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചാനലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം റീച്ചിന് വേണ്ടിയാണ് എന്നൊരു ഇത് പറയാം. പക്ഷേ പുള്ളിക്ക് ചാനലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ റീച്ചിന് വേണ്ടി എല്ലാവർക്കുമല്ലോ ഇട്ടത്. പിന്നെ അത് കഴിഞ്ഞ് കിച്ചു വന്നു കഴിഞ്ഞ സമയത്ത് കയറി ഒന്ന് തൂങ്ങി എന്ന് പറഞ്ഞായിരുന്നു.
അതെല്ലാവരും ഭയങ്കരമായിട്ട് എടുത്തു. കിച്ചുവിനെ അത് കുറേ പേരെടുത്ത്. പക്ഷേ ഇപ്പോഴും ഞാനത് വിശ്വസിച്ചിട്ടില്ല അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളത്. കാര്യം രേണുവും വന്ന് പറഞ്ഞു, സജിനയും വന്ന് പറയുന്നുണ്ട് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്ന്. പക്ഷേ രേണു ഈ കാര്യം എടുത്ത് പറയുന്നില്ല. ഈ അൻഷാദ് എന്ന് പറയുന്നുണ്ട്, ഒരുപാട് നുണകൾ പറയുന്നുണ്ട്. അവനെ എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് അൻഷാദിനെ വിളിച്ച് ഈ രേണു കുറേ ചീത്തയൊക്കെ പറഞ്ഞതാണ്. രേണു ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നതെന്നാണ് പറഞ്ഞത്, ഒരിക്കലുമല്ല. ഈ സംഭവങ്ങളൊക്കെ തുടങ്ങുമ്പോൾ തൊട്ട് രേണു എല്ലാം കാണുന്നുണ്ട്. രേണു ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ പൊട്ടം കളിപ്പിക്കുകയാണ്. അതിനെപ്പറ്റി ശ്രീതു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ അൻഷാദിനെ പറ്റി ശ്രീതു ഒരു കാര്യം, ആ സമയത്ത് നടന്ന സംഭവത്തെ പറ്റി ശ്രീതു പറയുന്നത് അത് സംഭവം സത്യമാണ്. അൻഷാദ് പറഞ്ഞത് തന്നെയാണ് ശ്രീതു പറയുന്നത്. നമുക്കത് ശ്രീതു പറയുന്ന കാര്യം ഒന്ന് കേട്ടേച്ച് വരാം. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുതലെടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അൻഷാദ് മനസ്സിലാക്കിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു സെയിം സാധനം ഒരു 2 മാസം മുന്നേ എന്നോടും നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾ എല്ലാവരും മേ ബി കമന്റിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറെ അധികം പേര് എന്നിട്ട് പേഴ്സണലി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീ പോകുന്ന വേ ശരിയല്ല, അത് തെറ്റാണ്, സത്യത്തിനൊപ്പം നിൽക്കണം എന്നുള്ളത്. പക്ഷെ അന്ന് ഈ പറയുന്ന പൂച്ച ഈ കണ്ണടച്ച് പാൽ കുടിക്കുന്നത് പോലെ ഞാനും പല കാര്യങ്ങളും എന്റെ കണ്ണിൽ കണ്ടിട്ടും ഞാൻ റിയാക്ട് ചെയ്യാതെ തെറ്റിനൊപ്പം നിന്ന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇന്നും എനിക്ക് ആ ഒരു സത്യങ്ങൾ പുറത്ത് പറയാനായിട്ട് സാധിക്കില്ല. വേറെ ഒന്നും കണ്ടാൽ അൻഷാദ് പറഞ്ഞ സെയിം സാധനം. ഈ ഒരു സിറ്റുവേഷനിൽ രേണുവിന്റെ ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ പല കാര്യങ്ങളും വിളിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഒരു സമയത്ത് അതെല്ലാം നമുക്ക് തിരിച്ചു വരും. ഓക്കെ, ചിലപ്പോൾ മേ ബി ഈ ഒരു വീഡിയോ കാണുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ പോലും ചിലപ്പോൾ പറയുമായിരിക്കും ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പുറത്ത് വന്ന് ഇടേണ്ടിയില്ലായിരുന്നു ശ്രീതു എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പറയുമായിരിക്കും. അപ്പോൾ ഇപ്പോഴും ഹൈഡ് ചെയ്ത് നിൽക്കുന്ന കുറെ സത്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഇപ്പോൾ ആരെയും പേടിച്ചിട്ടല്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ കള്ളമാണ് എന്നത് കൊണ്ടുമല്ല നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് വ്യക്തമാക്കുക. പക്ഷെ എന്തൊക്കെയായാലും ഞാൻ അധികമായിട്ട് ഈ പറഞ്ഞിട്ട് വലിച്ചു കയറി വരാനും വരില്ല. ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ വേണ്ട, അത് നമുക്ക് തുടണ്ട. പിന്നെ ഈ പറയുന്നത് പബ്ലിക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വരുന്ന കണ്ടന്റിനെതിരെ ഞാൻ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അൻഷാദ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട് അവൻ സത്യത്തിന് വേണ്ടി നിൽക്കും, തീർച്ചയായിട്ടും ഇത് റിലേറ്റ് ചെയ്ത് ഒരു വീഡിയോ അവൻ ചെയ്യും. ആ ഒരു കാര്യം അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ രേണു സൂയിസൈഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യമായാലും അത് സത്യമാണ് എന്നുള്ള 100 വഴിയിൽ കൂടെ അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അവൾ സൂയിസൈഡ് ചെയ്തു, അതിനുവേണ്ടി ഒരു അറ്റംപ്റ്റ് നടത്തി എന്നുള്ള കാര്യം. പക്ഷെ ഇപ്പോഴും അത് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. അവരോട് എനിക്കൊന്നും തന്നെ ഇനി എനിക്കൊന്നും പറയാനില്ല. മന്ദബുദ്ധികളാകാതിരിക്കുക. ഇത് തന്നെയാണ് കുറെ കമന്റ് ഇടുന്നവരോട് എനിക്കും പറയാനുള്ള, മന്ദബുദ്ധികളാകാതിരിക്കുക. ശ്രീതു പറഞ്ഞ കാര്യം കറക്റ്റാണ്. കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്ന പോലെയായിരുന്നു കാര്യങ്ങൾ. അത് ഞങ്ങൾക്കെല്ലാം മനസ്സിലായതുകൊണ്ടാണ് ഈ റിയാക്ഷൻ മീഡിയക്കാർ മൊത്തം എടുത്തിട്ട് പലതും തെളിവ് സഹിതം എടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ പേര് വന്നങ്ങ് വിളിപ്പിക്കാൻ വരും, യോ പാവം കൊച്ച് അതങ്ങ് ജീവിച്ച് പൊക്കോട്ടെ. അതങ്ങനെ ഇപ്പോഴും ഈ ശ്രീതു പറയുന്നത് തന്നെ ഒരു കാര്യങ്ങളും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഇനി ഇവർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് പോവുകയാണെങ്കിൽ പിന്നെ ഒരുത്തരെയും കിടന്ന് പൊറപ്പിക്കുകയല്ല. ഇവർക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പം തന്നെ ഈ പറഞ്ഞവർ ഏത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പോലും ഞാൻ കണ്ടിട്ടുണ്ട് ഇവരെ വാരിയെടുത്ത് അലക്കിയിട്ടുള്ളവരാണ്. പെട്ടെന്ന് തകിടം മറിഞ്ഞേച്ച് അവരങ്ങ് നല്ല പിള്ളകളായത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല പിള്ളകളെ ഞാൻ ഒരു വീഡിയോ പോലും ചെയ്യാൻ വന്നിട്ടില്ല കേട്ടോ. രേണുവിന് അസുഖമാണെന്ന് അറിഞ്ഞിട്ട് സഹതപിക്കാൻ ഞാൻ വന്നിട്ടേയില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഞാൻ അവരെ ശരിക്കും റിയാക്ട് ചെയ്തിട്ടുണ്ട്. അവർ സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്ന കാര്യങ്ങൾ നമുക്കത് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും നാളും ഒരു ചെയ്തു ഒരാൾ എല്ലാ തോന്നിവാസങ്ങളും കാണിച്ച് ഒരു അസുഖമാണ് എന്നറിയുമ്പോഴത്തേക്ക് അവരെ പുണ്യാത്മാവാക്കാനുള്ള അത്രയ്ക്ക് വലിയ വിശാല മനസ്സൊന്നും എനിക്കില്ല. ഉള്ള സത്യം ഞാൻ പറഞ്ഞേക്കാം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവരെ വിശാല മനസ്സാക്കിയവരൊക്കെ തന്നെ ഇപ്പോൾ വീണ്ടും എടുത്ത് റിയാക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇത് രേണു ഇങ്ങനെ വരുവുള്ളൂ എന്നറിയാം. രേണു നീളത്തിൽ ചാടിയ കുറുക്കനാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറുക്കൻ്റെ കഥ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നീളത്തിൽ ചാടിയ കുറുക്കൻ രാജാവെന്നും പറഞ്ഞുകൊണ്ടിരുന്നേച്ച് ലാസ്റ്റ് കുറുക്കൻ തന്നെ അവസാനം കൂകിയ മതിന് രേണു രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് രേണു ഇരുന്നു കിച്ചുവിനോട്ട് കൊടുക്കാൻ പറ്റുന്ന പണികളെല്ലാം രേണു ഒരു സൈഡിൽ കൂടെ കൊടുത്തുകൊണ്ടിരുന്നു. കിച്ചു വന്നൊന്ന് പ്രതികരിച്ചത് രേണുവിൻ്റെ ഹീമോയും മാറിയിരുന്നു, തളർച്ചയും മാറിയിരുന്നു, എല്ലാ അസുഖങ്ങളും മാറിയിരുന്നു. നല്ല സ്ട്രോങ് ആയിട്ട് പറഞ്ഞു തുടങ്ങുമ്പം വയ്യാത്ത പോലെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഈ നീളത്തിൽ ചാടി കുറുക്കൻ്റെ അവസ്ഥയായിപ്പോയി. അറിയാതെ കൂവിപ്പോയി. ശരിക്കും ഇരുന്നങ്ങ് കൂവി കൊടുത്തു. അതാണ് ഇത്രയും നെഗറ്റീവ് വരേണ്ടത്. പിന്നെ ബിഷപ്പിനെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ ശരിക്കും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അവരുടെ വീട്ടിൽ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണെന്നുള്ളത് ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞത്. രേണു സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അവർ വീട്ടിൽ അതുപോലെ അതൊക്കെ ആയിരിക്കാം. അദ്ദേഹം ഇത്രയും ശക്തമായിട്ട് രോഗിയെ അദ്ദേഹത്തിൻ്റെ അപ്പന് അസുഖം ആയിരുന്നു എന്ന് പറഞ്ഞു, ക്യാൻസർ ആയിരുന്നു പറഞ്ഞു. അതുകൊണ്ടായിരിക്കും. കാര്യം ഈ ക്യാൻസർ വന്നിട്ടുള്ളവരൊന്നും ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ അവർ വീട്ടിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അവരെ ഒരിക്കലും അവർ അഭിനയിച്ചാൽ പോലും അവരതിനെതിരെ നിൽക്കില്ല. കാര്യം അവരിത് കണ്ണുമുന്നിൽ കണ്ടതാണ് ഈ രോഗം എന്നതാണെന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള ആൾക്കാരോട് ഭയങ്കര സഹതാപം തന്നെയായിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും ഒരു നിമിഷം ഇവരാ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ദൈവം ഇവർക്ക് ഇത്രയും അവശതയായി പോയായിരുന്നു എന്ന് ഓർത്തിട്ടുണ്ട്. ഉള്ള സത്യം പറയാം, ഞാൻ ഇവർക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു വീഡിയോ കണ്ടപ്പം ഞാൻ എൻ്റെ ഉള്ളിലൊന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ മാതാവേ അവർക്ക് സൗഖ്യം കൊടുക്കണേ, കൊച്ചു ഇതാകും, അവർക്ക് ആ രോഗത്തിൽ നിന്ന് അവരെ മാറ്റി കൊണ്ടുവരണമെന്ന് ഞാനും പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ പിന്നീട് ഓരോന്നോരോന്ന് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക്
ഞാനൊന്നും പറയുന്നില്ല, നമ്മൾ പറഞ്ഞ അവരെ പറ്റി ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള രീതിക്ക് തന്നെ. ഇപ്പം ഈ ശ്രീതു പറഞ്ഞ കാര്യം തന്നെ ഈ സജിന പറയുന്നുണ്ട്. സജിന രേണുവിൻ്റെ അടുത്ത സുഹൃത്താണ്. സജിനയ്ക്ക് രേണു വോയിസ് അയച്ചു കൊടുക്കാറുണ്ട്. കാര്യം അൻഷാദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഈ സജിനയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വിളിച്ച് ഫോണിലൂടെ അത് പുറത്ത് വിട്ടതും ഒക്കെ അങ്ങനെ ഓരോരോ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ സജിന പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ രേണുസുതി കയറി തൂങ്ങി എന്ന് പറഞ്ഞ കേസ് ഒരിക്കലും അത് സത്യമല്ല. ഇപ്പം ഞാൻ അതിനൊരു വീഡിയോ ഞാൻ അല്ലാതെ ഇടുന്നുണ്ട്. പിന്നെ ശ്രീതു എനിക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ റിയാക്ഷൻ വീഡിയോ എനിക്ക് കൊടുക്കണം. ശ്രീതു അത് ആണെന്നും പറഞ്ഞിട്ടേക്കുന്ന കാര്യമാണ് സജിന പറഞ്ഞത്. അതിനൊരു റിയാക്ഷൻ വീഡിയോ എനിക്ക് കൊടുക്കണമെന്ന്. ഇത് തന്നെയാണ് ബിഷപ്പും പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ വീട്ടിൽ നടന്ന പ്രശ്നങ്ങൾ എന്നും പറഞ്ഞ് ബിഷപ്പ് അത് വെട്ടി തുറന്ന് പറയുന്നില്ലെന്നുള്ളൂ. അദ്ദേഹത്തിന് പലതും പറയാനുള്ള പരിമിതികളുണ്ടായിരിക്കാം വെട്ടി തുറന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് സജിന നല്ല വ്യക്തമായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് രേണു വന്നേച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് സീമ ചേച്ചിയുടെ കാര്യമാണ്. സത്യം പറഞ്ഞാൽ സീമ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ നാട്ടുകാരിയാണ് കേട്ടോ, മുട്ടക്കയംകാരിയാണ്. അവരവിടെ നിന്നൊക്കെ പോയതാണ്. അവരുടെ അമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു, സീമ ചേച്ചി സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു, അവാർഡ് കിട്ടിയിട്ടുണ്ട്. സീമ ചേച്ചിയുടെ ചേച്ചി രേണുക നല്ലൊരു പാട്ടുകാരിയാണ്. കാര്യം ഞങ്ങളുടെ വീട്ടിലും ഈ നാടകസമിതിയും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് കഥ എഴുതുന്ന ആളും സംവിധാനമൊക്കെ ചെയ്തതിന് ആ നാടകത്തിലേക്ക് വേണ്ടി സീമ ചേച്ചിയുടെ ചേട്ടത്തിയാണ് പാഴയ്ക്കാൻ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങളുടെ നാട്ടുകാരിയാണ്. ചേച്ചിയൊക്കെ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഞാനും പഠിക്കുകയൊക്കെ ചെയ്തത്. അപ്പം അങ്ങനെ അതുപോലെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെ. പുള്ളിക്കാരി ഇത്രയും ഈ ക്യാൻസർ പേഷ്യന് വേണ്ടി കിടന്ന് ഇതാകുന്നത് എന്നാന്ന് ചോദിച്ചാൽ അവർ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അവർക്ക് അമ്മയ്ക്ക് ക്യാൻസർ ഇട്ട് അവർ ഒരുപാട് ഒത്തിരി വിഷമിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരി ഈ ക്യാൻസർ പേഷ്യൻ, ഞാൻ പറഞ്ഞില്ല, ഈ ക്യാൻസർ വന്നിട്ടുള്ള വീട്ടിലുള്ളവർക്കും അത് കണ്ടിട്ടുള്ളവർക്കും ഒരു ക്യാൻസർ പേഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്നുള്ളിൽ ഒരു തീയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരി നമുക്ക് ശരണയുടെ കാര്യത്തിന് വേണ്ടി പുള്ളിക്കാരി ഓടി നടന്ന് നമുക്കറിയാം ഒരു വീട് വെച്ച് കൊടുത്ത് പുള്ളിക്കാരി സേഫ് ആക്കി. അങ്ങനെ ഒത്തിരി ശരണയ്ക്ക് വേണ്ടി പുള്ളിക്കാരി ചത്ത് കിടന്ന് അതിനുവേണ്ടി ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി നടന്നതാണ്. അതുപോലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് അതിനെ അത്രയും പോസിറ്റീവാക്കി കൊണ്ടുവന്നതും ഈ സീമ ചേച്ചി തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഇങ്ങനെ ഒരു ക്യാൻസർ എന്ന ചേച്ചി ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ സിനിമാ ഫീൽഡിലും ഇങ്ങനെയൊക്കെയുള്ള ഇച്ചിരി സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ ഇത് എടുക്കുമ്പോൾ അത് പുറത്തേക്ക് വരുന്നു. സാധാരണക്കാരെ ചെയ്യുമ്പോൾ അതാരും അറിയുന്നില്ല, അവർക്ക് ഹെൽപ്പ് ചെയ്യുമ്പോൾ ആരും അറിയുന്നില്ല എന്നൊരു മാറ്റം മാത്രമേ ഉള്ളൂ. രേണുവിനെ വന്ന് കണ്ടതിന് ചേച്ചിക്ക് കിട്ടാൻ ഇനി ഒന്നുമില്ല. ചേച്ചി ഏറി കയറുക എന്ന് പറഞ്ഞാൽ ചെറിയ രീതിക്കൊന്നുമല്ല ചേച്ചി ഏറി കയറിയിരിക്കുന്നത്, നല്ല വൃത്തിക്കാണ് ചേച്ചി ഏറി കയറിയത്. ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചേച്ചി ഇന്ന് ഒരു പോസ്റ്റ് ഇട്ടത്, ആ പോസ്റ്റിനകത്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത്: ശുഭദിനം, നല്ലത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന തെറ്റായി മാറുന്നു. എൻ്റെ മുന്നിൽ എന്ത് ചെയ്തു കൊടുക്കുമ്പോഴും നല്ലതാകണം എന്ന് കരുതി ചെയ്യുന്നു. അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ല. അങ്ങനെയെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ PR വർക്ക് തുടങ്ങണം. ഇത് പലപ്പോഴും അവസാന നിമിഷം ആകും കൂടെയുള്ളവർ പോലും അറിയുന്നത്. പക്ഷേ എന്തോ നമ്മൾ ഒന്ന് വിചാരിക്കുന്നു, നടക്കുന്നത് മറ്റൊന്ന്. എനിക്ക് പ്രശ്നങ്ങൾ ഇല്ലഞ്ഞിട്ടല്ല ഞാൻ സോഷ്യൽ വർക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. ഞാൻ വഴി ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായം കിട്ടിക്കോട്ടെ എന്ന് മാത്രം കരുതിയാണ്. എല്ലാം നിർത്താം, സമാധാനമാണ് വലുത്. എന്തുകൊണ്ടാണ് അവരെ സോഷ്യൽ മീഡിയയിൽ ഇത്ര സത്യം പറയും ഈ രേണുവിൻ്റെ പുറകെ ഇറങ്ങുന്നവർക്കെല്ലാം പണി കിട്ടത്തുള്ളൂ. ഈ അൻഷാദ് എന്ന് പറഞ്ഞ ഇവരുടെ അടുത്ത സുഹൃത്താണ്. അവരുടെ വീട്ടിൽ ചെന്ന് സ്ഥിരമായിട്ട് ഈ രേണുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ശ്രീത് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും രേണുവിൻ്റെ ഇത് വന്നാൽ ഐസിൻ്റെ വാതൊക്കെ കാലം എല്ലാം അതുപോലെ നിൽക്കുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ പറ്റിയാണ് രേണു ഇപ്പോൾ വന്ന് തിരിച്ചു പറഞ്ഞത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറയാം, പണമാണ്. കാര്യം പുള്ളിക്കാരൻ്റെ വായിൽ നിന്ന് എന്നതെങ്കിലുമൊക്കെ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സീരിയസ് അല്ല എന്ന് പറഞ്ഞപ്പം തന്നെ ഈ സഹായിക്കുന്നവരുടെ സഹായം അങ്ങ് നിന്നു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. ഒരുപാട് എന്നാത്തിനാണ് പണത്തിനോട് ഇത്രയും ആർത്തി കാണിക്കുന്നത്? ഒരു നിമിഷം നമ്മൾ കാല് തട്ടി വീണാൽ ഈ ലോകത്തുനിന്ന് പോകേണ്ടവരാണ് നമ്മൾ. അത് ആരോഗ്യം ഉള്ളവനായിക്കോട്ടെ ഇല്ലാത്തവനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ. ഒരു നിമിഷം കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിൽ നടന്ന് എത്ര പേരാണ് മണ്ണിനടിപ്പോയി. അങ്ങനെ എന്നെല്ലാം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നടക്കുന്നത്. ഈ ഇതുപോലെ നമുക്ക് വേണം, ജീവിക്കാനുള്ളത് വേണം. മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാൻ നമുക്ക് ജീവിക്കണം. അതിനപ്പുറം നമ്മൾ ആർത്തി കാണിക്കാൻ പോയാലുണ്ടല്ലോ. അതുപോലെ അൻഷാദും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം പറയട്ടെ, മനസ്സിരുത്തുന്ന ഒരാൾക്കും ഒരു സഹായം ചെയ്യരുത്, അത് നമുക്ക് തന്നെ വിനയാവും. സത്യം കൈവശമുള്ളവർ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാം പുറത്തു പറഞ്ഞ് കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞ് ഒരുത്തി കുരയ്ക്കുന്നുണ്ട്. അവളോട് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, നിന്റെ തന്തയ്ക്കാണ് വട്ട്. വിഷയം ഇതായതുകൊണ്ട് ഞാനൊന്നും അയഞ്ഞ് എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നിന്നെയൊക്കെ എൻ്റെ പട്ടി പോലും പേടിക്കില്ല. പുള്ളിക്കാരൻ പറഞ്ഞാണ് കാര്യം. പുള്ളിക്കാരനെ വട്ടാണെന്ന് വരെ ആക്കി തീർത്തു. അത് സഹായിക്കാൻ ചെല്ലുന്ന എല്ലാവർക്കും കിട്ടുന്നൊരിതാണ്. പക്ഷേ സീമ ചേച്ചിക്ക് കഷ്ടമായി പോയിട്ടോ. എനിക്കത് ഭയങ്കര കാര്യം. സീമ ചേച്ചിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നു. സീമ ചേച്ചി പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നും ഇതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ പകുതി സീമ ചേച്ചി കൈക്കലാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർ ഒരുപാട് ഇത് പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോഴത്തേക്ക് കഷ്ടം തോന്നി. കാര്യം അവരിങ്ങനെ ഓടി നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അസുഖമുള്ളവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. സീമ ചേച്ചി പറഞ്ഞ കുറച്ച് കാര്യം നമുക്ക് ഷെബീന ബീബിയുടെ ചാനലിനകത്തോടെയാണ് വന്നിരിക്കുന്നത്. സീമ ചേച്ചി അറിഞ്ഞിരുന്നില്ല ഈ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സത്യം പറഞ്ഞാൽ രേണുവിനെ സഹായിക്കുന്നെന്ന് അവർ പോസ്റ്റ് ഇട്ടപ്പോൾ മുതൽ വരുന്ന നെഗറ്റീവാണ് അവർക്ക്.
അവർക്ക് ഇന്ന് വരെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ അവർ സഹായിക്കാൻ പോയിട്ട് അവർക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, നല്ലൊരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ രേണുവിൻ്റെ പോസ്റ്റ് ഇട്ട കാര്യം അതെന്താണെന്നറിയോ, ഈ രേണു ചെയ്യുന്ന കുറേ റീലും കാര്യങ്ങളുമാണ് ഇവർക്കും കൂടെ നെഗറ്റീവായി പോയത്. പിന്നെ രേണു ഇതിനകത്തൊരു ഫോട്ടോ, ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സീമ ചേച്ചി രേണുവിനെ ഐസിനകത്ത് വെച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. രേണു പറയുന്നത് എന്ന് ആർക്കും മനസ്സിലാകും, ഏത് പൊട്ടനും മനസ്സിലാകും. രേണു ഈ എന്ന് അറിയാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് സാധാരണ ആൾക്കാർ ഇത് കാണുന്നുണ്ട്. സാധാരണപ്പെട്ട ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ എന്നാന്ന് പോലും അറിയാത്ത ആൾക്കാരൊക്കെ ഈ ഫോട്ടോ കാണുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ റിലേറ്റീവിലുള്ള ആർക്കെങ്കിലും ഇങ്ങനത്തെ അസുഖമുള്ളവർ കാണും. അപ്പോൾ അവർ ചിന്തിക്കുന്നത് തന്നെ ഞങ്ങളെ ഒന്നും അതിനകത്തോട്ട് കയറ്റിയില്ല, ഇവരൊക്കെ സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കും അതിനകത്ത് കയറ്റുന്നത്. സെലിബ്രിറ്റിന്നോ പാവങ്ങളൊന്നോ ഒന്നുമില്ല ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട്, എല്ലാവർക്കും ഒരുപോലെ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കലാണ് നിങ്ങൾക്ക് പണ്ടുമുള്ള സൂക്കേട് ഇപ്പോഴുമുള്ള സൂക്കേട്. അതുതന്നെയാണ് നിങ്ങളുടെ അസുഖം എന്ന് പറയുന്നത്. പണ്ട് നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കലാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്നിട്ട് നിങ്ങൾ പിന്നെ അതൊന്ന് വ്യാഖ്യാനിക്കാൻ വരും. അത് വരുമ്പോഴാണ് മനുഷ്യർക്ക് ഒന്നും കൂടെ ദേഷ്യം വരുന്നത്. അതൊരു വിശദീകരണമായിട്ടൊരു വീഡിയോയും കൊണ്ട് വരും, ഞാൻ രേണുകുണിയാണ് എന്നും പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഇവരുടെ കണ്ടന്റ് എടുക്കണമെന്ന് യാതൊരു താല്പര്യമില്ല. പക്ഷേ ഇവർ കാണിക്കുന്ന കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. സീമ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാമേ. അവസ്ഥ ഒരാളെടുത്ത് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അതെന്തൊക്കെ ഫോർത്ത് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മറ്റേ ആർട്ടിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ 2 വർഷം അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തു. രേണുവിനെ സംബന്ധിച്ചിട്ട് ഈ ആ കുട്ടിയെ ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ട് ഫൈറ്റ് ചെയ്യുക ഞാൻ അതിനെ ഈ പറഞ്ഞ പോലെ അസുഖമാണെന്ന് അറിഞ്ഞപ്പോ എനിക്കൊരു വിഷമം തോന്നി. കാരണം ഞാനതൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാനൊരിക്കലും അതിനെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അതിനെ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഒന്നാമത് എന്നാന്ന് വെച്ചാൽ ഒന്നിനും സമയമില്ല. കാരണം ഈ ഒരാളുടെ കാര്യമല്ലല്ലോ, ഒരുപാട് പേരുടെ കാര്യമുണ്ട്. അത് പലതും കടങ്ങളും അതും ഇതും എല്ലാം കൂടി ആയിട്ട് നമ്മൾ പലരെയും പിടിച്ചു നിർത്താനും ഇപ്പോഴും അവനെ ചികിത്സിച്ച വകയിൽ കടമുണ്ട്, അത് അവന്റെ ഫാമിലിക്ക് അറിയാം. അപ്പോൾ അതെല്ലാം കിടന്നാകെ വിഷമിക്കുമ്പം ക്യാൻസറാന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കുട്ടിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാനതിന് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഞാൻ ഒരിക്കലും എനിക്കറിയാതിരിക്കാം, ഞാൻ കുറെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എവിടെ കയറണം എവിടെ കയറണ്ട, എങ്ങനെ പോയി ഒരു പേഷ്യന്റിനെ നമുക്ക് കാണാം എന്നുള്ളതെല്ലാം എനിക്കറിയാം. ഞാൻ ഒരിക്കലും ഞാൻ പറയട്ടെ മോളേടാ, അത് ഞാൻ പറയട്ടെ, അത് ആർക്കും എന്തും പറയാമല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരും എന്തും പറയാമെന്നുള്ള ടൈമല്ല, അവളുടെ കൂടെ നിൽക്കുന്നവർക്കാണ് അത് പറയുന്നത്. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? അറിയില്ല നമുക്കിത് അറിയില്ലല്ലോ മോളെ, നമുക്കിതിനെ കുറിച്ച് അറിയില്ലല്ലോ. ഒന്നാമത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പൊ ഇവള് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിനുമാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ഷഫീനയോട് പറയൂ, ആ ഫോട്ടോ നോക്കിയാൽ അറിയാൻ പറ്റും. അത് ആർക്ക് വേണമെങ്കിലും എവിടെ പോയി സെർച്ച് ചെയ്താലും അത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ICU അല്ല, അറിയാൻ പറ്റും. അപ്പം ഇനിയിപ്പം എങ്ങനെ ഒരു പരാതി എവിടെ പോയാലും അതാണെങ്കിലല്ലേ നമുക്കെതിരെ പരാതി വരുള്ളൂ. സീമയ്ക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പം സീമയെ പോലുള്ളവരെയൊക്കെ അവള് വിളിപ്പിക്കുന്നതും അവിടെ സീമ പോയി കാണുമ്പോൾ ഫോട്ടോ എടുത്ത് ഇതുപോലെ എഡിറ്റ് ചെയ്ത് ഇടുന്നതും ഒക്കെ തന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. എല്ലാവരും ഇത് ആണോ എന്ന് അന്വേഷിക്കത്തില്ല. നമ്മൾ ഈ ഫീൽഡിലുള്ളതുകൊണ്ട് നമുക്കിത് മനസ്സിലാകും. ഞാൻ അത് മാത്രമല്ല, നമുക്ക് പോലും ചേച്ചി സീമ ചേച്ചിയാണ് അതുപോലെ അത് എഡിറ്റർ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് നോക്കിയപ്പോൾ ക്ലിയർ ആയി. എനിക്ക് ശരിക്കുള്ള ഫോട്ടോ സീമ ചേച്ചി അല്ല, ഞാനത് നിനക്ക് അയച്ചു തന്നില്ലായിരുന്നു. കാരണം അതില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതിന്റെ ICUവിന്റെ അകം എങ്ങനെയാണെന്നുള്ളത് എന്റെ സത്യമായിട്ടും എനിക്കതിന് ഇത് എന്തിനു ചെയ്തു എന്നറിയാമോ? ആ ചെക്കൻ ഹോസ്പിറ്റലിൽ ചെന്നില്ല, ICUവിനകത്തേക്ക് പോലും സീമയ്ക്ക് കയറാൻ പറ്റി. പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ പോയി മുഖം കാണിക്കാൻ പോലും കിച്ചു തയ്യാറായി. ആ ചെറുക്കനെ ടാർഗറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംഭവിച്ച ആ കുട്ടീനെ നോക്കാനുള്ള ഒരു പയ്യനാണത്. ബോധവും വിവരവും ഇല്ലാത്ത ഒരു സ്ത്രീ. അതാണ് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ശരിക്കും അങ്ങനെ വിചാരിച്ചിട്ടുള്ളത്. എന്റെ ഇപ്പൊ ഞാൻ ഒരുപാട് പേരുടെ പുറകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ദിവസം ഷഫീന എന്റെ കൂടെ അല്ല മോളെ, നിങ്ങൾ ചെയ്യുന്നത് ഒരു ഗ്രേറ്റ് തിങ് ആണ്. എനിക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ അത് തുറന്നങ്ങ് പറയുന്നത്. എനിക്ക് അങ്ങനെ മറച്ചു വെക്കാൻ അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർ പോലും തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ പെണ്ണുങ്ങളല്ലേ. ഇപ്പം സീമയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന സീമ പറഞ്ഞ് ഞാൻ റെഡി വാ കിടക്കാമെന്ന് പറയുന്നില്ലല്ലോ. അവിടെ സീമയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ ആ ക്യാരക്ടറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോ നമ്മൾ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് റോങ് ആണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ആ സ്ത്രീയുടെ അടുത്ത് യാതൊരു പേഴ്സണൽ ഗ്രഡ്ജും ഞാൻ അവരെ കണ്ടിട്ടില്ല. അവരെന്റെ അമ്മയെ പറഞ്ഞതോ എന്നെ പറഞ്ഞോ എനിക്കതൊന്നും. ഇപ്പൊ വയ്യായ്മ വന്നപ്പം ആ സ്ത്രീക്ക് വയ്യായ്മ ഉള്ളവരുടെ പെയിൻ എന്താണെന്ന് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവസ്ഥ എനിക്കുണ്ട്. നമ്മൾ ഈ ബക്കറ്റൊക്കെ ഇതിനകത്ത് വെച്ചിരിക്കണം തന്നെ ഇവരൊക്കെ കളിയാക്കും. മുള്ളി എന്നൊക്കെ പറഞ്ഞ് ഇവർ കളിയാക്കും. അത് നമ്മുടെ ഒരു അവസ്ഥയാണ്. അതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാണിക്കാൻ പോലും അങ്ങനെ ഒരു കാര്യം പറയാത്ത ആളാണ്.
അപ്പൊ ഇതൊക്കെ എനിക്ക് അല്ല ഞാൻ ഒരിക്കലും അതെ എനിക്കറിയാം. കാരണം ഞാൻ ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ എന്താ പറയുന്നത് രക്ഷാധികാരിയൊക്കെയാണ്. അപ്പം എല്ലാ വർഷവും അല്ല എല്ലാ ദിവസവും എന്നോണം ഇപ്പോഴും ഒരുപാട് പേരുടെ താങ്ങായിട്ട് നിൽക്കുന്ന ആൾ ഒരു രാജീവ് പള്ളുരുത്തിയുണ്ട്. ചിലപ്പോൾ ഇതിനകത്ത് ഈ പറയുന്നത് തന്നെ കിച്ചുവിനെ ആക്രമിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമുള്ളായിരുന്നു. അതിന് ചിലപ്പോൾ ഒരു പക്ഷേ അവനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചായിരിക്കും, ഈ അൻഷാദ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചായിരിക്കും. രേണു തന്നെയാണ് ഈ ഫോട്ടോ എഡിറ്റ്. സത്യം പറഞ്ഞാൽ ഈ ഫോട്ടോ ഞാൻ ആദ്യം കണ്ടപ്പോൾ എഡിറ്റാന്ന് എനിക്ക് തോന്നുന്നു, മനസ്സിലായില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടു. അപ്പം ഞാൻ സീമ ടീച്ചർ സ്വഭാവം നമുക്കറിയാം, ഇങ്ങനെ വയ്യാത്തവരെ ചെന്ന് കണ്ട് അവരെ ചേർത്ത് പിടിക്കും ഒക്കെ ചെയ്യും. അപ്പം ഞാൻ അങ്ങനെ രേണു എടുത്തിട്ട് ഫോട്ടോ ആയിരിക്കും. പക്ഷേ സീമ ടീച്ചറുടെ മുഖം നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഇനി സീമ ടീച്ചറുടെ മുഖം ഇത്ര വീങ്ങിയിരിക്കുന്നതിന്. സീമ ടീച്ചർ കണ്ണെന്ന് പറഞ്ഞാൽ നല്ല ഇച്ചിരി വലിയ കണ്ണാണ്. അപ്പം ഞാൻ ഇതിനെ പറ്റി ഇനി അവിടുത്തെ ഈ പുള്ളിക്കാരി അവിടെ ചെന്ന് കരയുവോ അല്ലെങ്കിൽ ഇവരെ കണ്ടിട്ട് എന്തെങ്കിലും വിഷമം വരുമോ, അങ്ങനെ എങ്ങനെ മുഖമൊക്കെ വീങ്ങിയതായിരിക്കും എന്ന് പറയും. പിന്നെ ഇത് എന്ന് പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ ഫോട്ടോ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചത് കേട്ടോ. അത് പറഞ്ഞ് നമ്മളെപ്പോലെ പെട്ടെന്ന് ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഇങ്ങനെ ക്യാൻസർ ആയിട്ടുള്ളൊരു മനുഷ്യൻ ഇത് കാണുവാണെങ്കിൽ ICU കയറി ഫോട്ടോ എടുത്തു എന്നൊക്കെ ആയിരിക്കും. ഞാൻ ഈ മെഡിക്കൽ കോളേജിൻ്റെ അകമൊന്നും ഞാനും കണ്ടിട്ടില്ല കേട്ടോ, ICUവിൻ്റെ അകമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കും അറിയത്തില്ല, ഞാനും ഇത് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചത്. അതുപോലെ എത്ര പേര് വിചാരിച്ച് കാണും. നമ്മളിത് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഫോട്ടോ ഒന്നും കൂടെ ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെയുള്ള ഇത് രേണു പറഞ്ഞു, രേണു തന്നെ കൊടുത്ത് എഡിറ്റ് ചെയ്യിപ്പിച്ച് രേണുവിൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഇടിപ്പിച്ചായിരുന്നു. എന്നാത്തിന് അവരകത്ത് കയറിയിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇവർക്ക് അല്ലെങ്കിൽ പിന്നെ ഇവരുടെ ചേട്ടത്തിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാം. അവരൊക്കെ പുറത്ത് നിൽക്കുന്നവരല്ലേ, അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തിച്ച് പറയാം സീമ ചേച്ചി കാണാൻ വന്നു, രേണുവിനെ കാണാൻ പറ്റിയില്ല, ICUലാണ്. അപ്പം അങ്ങനെ വന്നിച്ച് പോയി ഇനി അവർക്ക് ഫോട്ടോ എടുത്ത് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇവർക്ക് ചെയ്യാമായിരുന്നല്ലോ. പക്ഷേ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവരെ സഹായിക്കാൻ ചെയ്യുന്നവരെ കൂടെ ഉപദ്രവിക്കുക എന്നുള്ളത്. പിന്നെ കിച്ചുവായിരുന്നു ഇവരുടെ ലക്ഷ്യം. കിച്ചു ചെന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കിച്ചു കാണാൻ ചെന്നിട്ട് കിച്ചുവിനെ കാണിക്കാൻ സമ്മതിക്കാതിരുന്നെന്നും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് സഹിച്ചതിന് ശേഷമാണ് പൊട്ടിത്തെറിക്കുന്നത്. ഒരുപാട് സഹിച്ച് അവൻ്റെ കയ്യിൽ എപ്പോഴും നല്ലൊരു വെടിക്കുള്ള മരുന്ന് അവൻ്റെ കയ്യിലുണ്ട്. കാര്യം എന്നാന്ന് വെച്ചാൽ അവൻ ഇടുന്നത് നല്ല സത്യസന്ധമായിട്ടുമായിരിക്കും, അതിൽ എന്നതെങ്കിലും കാര്യവും കാണും. പക്ഷേങ്കിൽ ആ കൊച്ചു മൗനമായിട്ട് ഇരിക്കും തോറും അതിനെ തോണ്ടി ഉണർത്താൻ നോക്കാറുണ്ട്. അത് ഉണർന്നു കഴിഞ്ഞാൽ അതിനും കുഴപ്പമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞില്ലെങ്കിൽ അതിനെ തോണ്ടി ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് അതിന് കുറേ സപ്പോർട്ട് പിടിക്കുക. കൊച്ചിനെയൊക്കെ പറയുന്ന കമൻറ്റുകൾ കേൾക്കണമായിരുന്നു. നീ എന്നെ രേണു ഉള്ളത് കൊണ്ടാണ് നീ ജീവിച്ചത് എന്നതൊക്കെയാണ് പറയുന്നതെന്ന് അറിയാവോ. നമുക്ക് എന്നാണേലും ഈ ഷെബീന ബീബിയുടെ ചാനലിനകത്ത് ഒരു ഡോക്ടർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ആ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ കുറച്ചെങ്കിലും മനുഷ്യരുടെ തലയ്ക്ക് നമ്മളൊക്കെ പറയുമ്പോൾ ആർക്കും മനസ്സിലാകുകയില്ല. റിയാക്ഷൻ മീഡിയക്കാർ അവർ രേണുവിനോടുള്ള ശത്രുത കൊണ്ട് പറയുന്നു, രേണുവിനോട് അവർക്ക് വൈരാഗ്യം. ഇതാണ് രേണു എന്ന് പറയുന്നൊരു വ്യക്തിയോട് എന്തിന് റിയാക്ഷൻ മീഡിയക്കാർ വൈരാഗ്യം വെക്കണം? അവരെ കണ്ടിട്ട് പോലും ഇല്ല നേരിട്ട്. അപ്പോൾ ഈ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു വ്യക്തിയോട് എങ്ങനെ അവർ കാണിക്കുന്ന കള്ളങ്ങളാണ് പലരും എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് പറയുന്നത്. ഒരിക്കലും അവരോട് ആ രേണു എന്ന് പറയുന്നൊരു വ്യക്തിയോട് ആർക്കും ദേഷ്യമില്ല. പക്ഷെ അവർ കാണിക്കുന്ന പ്രവൃത്തിയോട് എല്ലാ മനുഷ്യർക്കും ദേഷ്യമുണ്ട്. അത് കുറച്ച് പേര് നിൽക്കുന്ന നിപ്പി മറുകണ്ഠം ചാടി സംസാരിക്കുന്നവരുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ ഷെബീന ബീബിയുടെ ചാനലിനകത്ത് വന്നിരിക്കുന്ന ഒരു ഡോക്ടർ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കേ. പുള്ളിക്കാരെ ഈ അവസ്ഥ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അപ്പൊ എല്ലാവരും വെറുതെ എങ്കിലും ഒന്ന് ആ വീഡിയോസ് കാണത്തില്ലേ? ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്, ഇറിറ്റേറ്റിംഗ്. മറ്റുള്ളവരെ അപമാനിക്കുന്ന പോലെ. അതെ, അതാണ് മറ്റുള്ളവരോട് ഒരു അഹങ്കാരത്തോട് നീയൊക്കെ ഒരു ചുക്കുമല്ല, നീയൊക്കെ എന്തുവാണോ പറഞ്ഞ എനിക്കൊരു പരിപാടി അതാണ് എനിക്ക്. അയ്യോ എനിക്കില്ല, എനിക്ക് നല്ല ദേഷ്യം ഭയങ്കര മോശമായ ഭാഷയിലൊക്കെ സംസാരിക്കാൻ തോന്നുന്നു. പക്ഷെ എന്നാലും ഭയങ്കര ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഒരിക്കലും. ICUവിന്റെ ഉള്ളിലൊക്കെ ഒരു സെലിബ്രിറ്റിനെ കൊണ്ട് കയറി എന്നൊക്കെ പറയുന്നത് മോശം കാര്യമാണത്. നമ്മൾ RCCയിൽ ഒരാളെ അവർ കൂടെ കയറ്റുക കീമോ ചെയ്യാൻ വേണ്ടിയിട്ട്. കീമോ പാസ് ഉള്ള ഒരാളെ അമ്മേന്റെ കൂടെ ഇട്ടാൻ ഒരാളെ കയറ്റുക. ഞാനാണ് കൂടെ പോയിരിക്കുന്നത്. ഇപ്പൊ അതുകൊണ്ടാണ് കൃത്യമായി ഞാൻ ഈ പിക്ലൈൻ ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ കാണുന്നതാണ് ഞാൻ ഈ സിസ്റ്റേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ വെച്ച് നമ്മളാണ് ആ ഒരു ഏരിയ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഒരു ഡോക്ടറാണ് പറയുന്നത്. ഡോക്ടറുടെ അമ്മയ്ക്ക് ക്യാൻസറാണ്. ആ അമ്മയും കൊണ്ട് പോകുന്ന ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. ആ അമ്മയുടെ കയ്യിലും അതുപോലെ ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട്, രേണുവിൻ്റെ കയ്യിലിട്ടിരിക്കുന്ന പോലെ ട്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പം ആ ട്യൂബിനെ പറ്റിയാണ് ആ ഡോക്ടർ പറയുന്നത്. ആ അമ്മയുടെ കാര്യങ്ങൾ അമ്മയും കൊണ്ട് പോകുമ്പോൾ ICUവിനകത്തോട്ട് പോയാലും കൂടെ ഒരാളെ മാത്രമേ കയറ്റത്തുള്ളൂ, കൂടെ നിൽക്കുന്ന ഒരാളെ മാത്രമേ. അല്ലാതെ ഒരുപാട് ആൾക്കാരെ കയറ്റു, ആര് വന്നെന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് കയറ്റിക്കൊണ്ട് പോകത്തില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ഷെബീന ബീബിയുടെ ചാനലിലേക്ക് ആ ഡോക്ടർ വിളിച്ച് ഷെബീന ബീബിയോട് പറയുന്നതെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്തൊക്കെയാണ് ഇവർ കാണിച്ച് കൂട്ടുന്നതെന്നുള്ളത്. ഇത് അവർ പറഞ്ഞ ശരിയാണ്. സോഷ്യൽ മീഡിയയിൽ വിടുന്ന വീഡിയോസ് എല്ലാം ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. ഇതിപ്പോൾ ഇൻസ്റ്റയിൽ ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പോലും ആ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോസ് എടുത്ത് ചിലർ യൂട്യൂബിൽ ഇടാറുണ്ട്. ഈ രേണുവിൻ്റെ വീഡിയോസ് അതേ വീഡിയോസ് തന്നെ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. ഇത് രണ്ടിലും ഇത് ഏതെങ്കിലും ഒന്നില്ലാത്ത ഒരു മനുഷ്യരും ഇല്ല. മിക്കവർക്കും യൂട്യൂബ് ഉണ്ട്. അപ്പോൾ യൂട്യൂബിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും ഈ രോഗം ഇത്രയേ ഉള്ളൂ, ഇത് ഇത്ര സിമ്പിളാണോ? എന്നിട്ടാണോ ഈ മനുഷ്യരൊക്കെ ഇതുപോലെ കിടന്ന് വെള്ളം വെക്കുന്നത്? പിന്നെ ഇവരൊക്കെ ഈ ഒരു സാധാരണക്കാരനെ ഒരുത്തം സഹായിക്കാൻ പോകുന്നവൻ പോലും ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള അസുഖമൊന്നും അല്ലാണ്ട് അവർ കിടന്ന് കാണിക്കുന്നുണ്ടല്ലോ, ഇവരൊക്കെ ചുമ്മാ അഭിനയമാണ് എന്നൊരു മൈൻഡ് വരും. ഇതൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇവരെല്ലാം ഇങ്ങനെയൊക്കെ ആൾക്കാരെ ദ്രോഹിക്കുക, അങ്ങനെയൊക്കെ ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർ.
അതിലുള്ള കോട്ടൺ സാധനങ്ങളെല്ലാം അവർ തന്നുവിടും. നമ്മൾ ഒന്നും യൂസ് ചെയ്യാൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു സാധനവും യൂസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ആ സാധനമാണ് ഇവര് ഇനി അല്ലെങ്കിൽ ഇപ്പം ഒന്നെങ്കിൽ ഇവരിത് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ ഇവർക്കൊന്നും അറിയത്തില്ല ഇതിനെ പറ്റി. ഇവർക്ക് ഇതിനെപ്പറ്റി യാതൊരു അവയർനെസ്സും ഇല്ല. പൊട്ടിയാണ് അവര്. അങ്ങനത്തെ ഒരു കാര്യം ഇവർക്ക് അറിയില്ല. ഇവർക്ക് ഇനി ക്യാൻസർ എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ ഭീകരത എന്താണെന്നോ അല്ലെങ്കിൽ ഈ കയ്യിൽ ഇട്ട് വെച്ചിരുന്ന പിക്ലൈൻ എന്താണെന്നോ അവർക്ക് അറിയത്തില്ല. അതാണ് പ്രശ്നം. ബാക്കിയൊക്കെ സഹിക്കും. ആ സാധനത്തിൽ ഇങ്ങനെ പിടിച്ച് ആറ്റാന്ന് പറയാ ശരിക്കും. ഈ ഡോക്ടർ പറഞ്ഞ കറക്റ്റാണ്. ഒന്നെങ്കിൽ അവർക്ക് ഈ രോഗത്തെപ്പറ്റി അറിയത്തില്ല, ഇല്ലെങ്കിൽ ഇവർക്ക് ഈ രോഗം ഇവർക്ക് ഇത്ര ഈ മറ്റുള്ളവർ കാണുന്ന പോലെ ഇവർ 4th സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ് നുണയാണ്. കാര്യം ഇവർക്ക് ഇതിൻ്റെ തുടക്കം വല്ലതും ആയിരുന്നിരിക്കാം. ഇതിൻ്റെ തുടക്കം വല്ല ആയിരിക്കാം. ചിലപ്പോൾ ബ്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞാൽ അത്, അല്ലെങ്കിൽ ഇങ്ങനെ 2 കീമോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് മാറും എന്നുള്ള ഇതുള്ളതുകൊണ്ടായിരിക്കാം ഇവരിതിനെ വലിയ സീരിയസ് ആയിട്ട് എടുക്കാത്തത്. ഇവരിത് വെറും തമാശയായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ടാണ് ഈ ഡോക്ടർ ഇത്രയും ഇതിനെതിരെ ഇങ്ങനെ സംസാരിച്ചത്. ഈ ഡോക്ടർ ഈ ഒരു കാര്യത്തെപ്പറ്റി ഇത്രയും എതിർക്കാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാം. ഇൻസ്റ്റയിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് ഇതിൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ ഇട്ട് കൈ ഇട്ട് കാണിക്കുക. ഇത് ആ വിഗ് വെച്ചതിന് ശേഷമാണ്. ഇവർ പറയുന്നുണ്ട് ഇവർ കൈക്ക് ഭയങ്കര വേദനയാണ്, കൈ അനക്കാൻ വയ്യ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇത്രയും വേദനയാണെന്ന് പറയുന്ന ഒരാൾ ആ കൈ ഇട്ട് ഏറ്റവും കൂടുതൽ, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലും പറഞ്ഞു, ഇവരുടെ ഈ കയ്യിലാണ് ഇവർ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. ഈ അത് ഇടത്തെ കൈ ഞാൻ തോന്നുന്നു, ഈ വലത്തെ കൈ അവരങ്ങനെ അതുകൊണ്ട് അതിലിട്ട് തട്ടുന്ന കേട്ടോ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, അതിലിട്ട് തട്ടി കാണിക്കുന്ന കേട്ടോ. അവരാ തട്ടുന്ന ആ ഇത് കാണിക്കുമ്പോഴത്തേക്ക് ആ അനങ്ങുന്നില്ല, തന്നെയല്ല അതിന് ഇൻഫെക്ഷൻ ആവുന്ന പറയുന്നത്. ആ ട്യൂബിലൊക്കെ നമ്മൾ കൈകൊണ്ട് തൊടുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഇൻഫെക്ഷൻ ആകും. അവരത് തട്ടുന്നു. അത് എനിക്കറിയാമല്ലോ. അവർ നമ്മൾ സാധാരണ കാതി കിടക്കുന്ന കമ്മലൊക്കെ ഇങ്ങനെ തട്ടുകയില്ല എന്ന് പറഞ്ഞ മാതിരി അവരതേ തട്ടുന്നത്. ഇതൊക്കെ ഇവർക്ക് ഇനി ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരൊന്നും ഇതൊന്നും കാണുന്നില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഏതാണ്ട് ഇനാഗുറേഷന് പോകുന്നു, എന്നെ വിളിക്കണം, അടുത്തുള്ളിടത്തൊക്കെ വരാം. എനിക്കറിയാൻ വരെ സത്യം പറഞ്ഞ കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ക്യാൻസർ പേഷ്യൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ആവുന്നതുകൊണ്ട് അവർ അധികം ആൾക്കാരുടെ ഇടയിലേക്ക് അവർ ഇറങ്ങി ചെല്ലിയില്ല. ചെന്നാൽ ഒരു മാസ്ക് വെച്ച് അതുപോലെ അവരെ ശ്രദ്ധിക്കേണ്ട ഒരു പേഷ്യൻ്റാണ് ഈ ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളിടത്ത് പുള്ളിക്കാർ പറഞ്ഞ അടുത്തങ്ങനെ ഇനാഗുറേഷൻ ആണെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ വരുന്നത്. അത് പിന്നെ ഡോക്ടർമാർ വിളിച്ച് വിലക്കിന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാരൊക്കെ കാണുന്നുണ്ടായിരിക്കും തോന്നി ഈ കാണിക്കുന്നതൊക്കെ. ഇത് മറ്റ് പേഷ്യൻറ്റിനെ കളിയാക്കുന്നതിന് തുല്യമാണ് ഇവർ കിടന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു വീഡിയോ ഉണ്ട്. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മറ്റേ സബ്സ്ക്രിപ്ഷനിലെ സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. കുട്ടന്മാർ, കുട്ടൂസ്, കുട്ടന്മാർ, കീമായി വിളിക്കുന്ന കുട്ടൻ. കേക്ക്, ഇതും കേക്ക്. എടാ കീമോ കുട്ടാ, ദാ നീ എൻ്റെ ഈ മുടി മുഴുവൻ കളഞ്ഞ്, ഈ സൈഡും കളഞ്ഞ്, ദാ ഈ സൈഡും കളഞ്ഞു. വിഗ് വെക്കണമെങ്കിൽ മുടി വേണം കുട്ടാ. എൻ്റെ കീമോ കുട്ടാ, നീ എൻ്റെ മുടിയെല്ലാം കളയല്ലേ പൊന്നെ. ഇനി 10ാം തീയതിയാണ് നീ ഇനിയും എൻ്റെ ദേഹത്തോട്ട് കയറുന്നത്, എൻ്റെ കീമോ മോൻ. എൻ്റെ ബാക്കി മുടിയും കൂടെ നീ കളഞ്ഞെന്നെ മൊട്ടച്ചിയാക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ക്യാൻസർ എല്ലാം അങ്ങോട്ട് ക്യാൻസർ കോശങ്ങളെല്ലാം നീ കളയണം കേട്ടോ. എന്നാലും ഞാൻ നിൻ്റെ അടുത്ത് നീ കൂട്ടുകൊടുക്കും. ഉള്ള കാര്യം ഞാൻ പറയണം. പിന്നെ ദാണ്ട ഇത് അനക്കാൻ വയ്യാത്ത വേദന, ഒരു രക്ഷയില്ല, വേദന എടുത്തിട്ട് വയ്യ. നീ ഒന്ന് വേഗം നിൻ്റെ ക്യാൻസറിനെയൊക്കെ ഒന്ന് കൊന്നു താ എൻ്റെ കീമോ കുട്ടാ, എൻ്റെ മുത്തേ, ചക്കര പൊന്നെ. എന്നതാണ് പറയേണ്ടത്. ചക്കര പൊന്നെ. ആ കൈ അനക്കിയാൽ അവർക്ക് വേദനയാന്ന് പറഞ്ഞു. ആ കൈ അനക്കുക എനിക്ക് സത്യം പറഞ്ഞാൽ മേല് വരിക്കും കേട്ടോ. അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ പോലെ തോന്നും. കാര്യം അത് കിടന്ന് അനങ്ങുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കൈയൊക്കെ വേദന എടുക്കുന്നവർ തോന്നും. അവരത് തട്ടിപ്പോഴും എനിക്ക് എന്തോ പോലെ തോന്നി കണ്ടപ്പോഴത്തേക്ക്. ആ ഇതിട്ട് അവർ വിഗ് വെക്കുന്നതിന് മുന്നെയാണ് അവരത് ഭയങ്കര വേദനയാണ് കൈ അനക്കാൻ വരുന്നത് പറഞ്ഞു. വിഗ് വെച്ചതിന് ശേഷമാണ് അവരതിൽ ഇങ്ങനെ തട്ടിക്കളിച്ച് കിടക്കുന്നത്. എനിക്കറിയാമല്ലോ ഇവർ കാണിക്കുന്നത് എന്നതൊക്കെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇനി നമുക്ക് ആ ഡോക്ടർ പറഞ്ഞ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ കേൾക്കാം. നമ്മളെ ഓരോ വട്ടം ഇത് എല്ലാം മൺഡേ അമ്മയ്ക്ക് കീമോ ഉണ്ട്. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഫ്ലഷ് ചെയ്യും, ക്ലീൻ ചെയ്യും, പിക്ക് ഡ്രസ് ചെയ്യണം. അതിനുവേണ്ടി ചെയ്യുന്ന സമയത്ത് അവര് ആ ഒരു ലങ് വരെ മെഷർ ചെയ്യും. നമ്മുടെ ഹാർട്ടിന്റെ ആ വീനൊക്കെ എത്ര ദൂരത്തിലാണ് ഈ സാധനം ഉള്ളതെന്ന്, എത്ര സെന്റിമീറ്റർ ആണ് ബാക്ക് ഫ്ലോ ഉണ്ടോ, അത് അത്രയും കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണത്. അതിന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇവര് ചെയ്യുന്ന കാര്യം. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. അല്ലെങ്കിൽ ഇപ്പൊ ഇവർക്ക് വല്ല സ്റ്റേജ് 1 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സിമ്പിൾ ആയിട്ട് ഈ സാധനം എടുത്ത് കളയുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ബ്രസ്റ്റ് ക്യാൻസർ 4A വരെ ക്യൂറബിൾ ആണെന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേജ് 1 ഒക്കെ ഭയങ്കര ബേസിക് ആയിട്ടൊരു സംഭവം, സുഖമായിട്ട് ക്യൂർ ആക്കി കൊടുക്കുന്നത്. അതായത് സർജറി ചെയ്ത സാധനം എടുത്ത് കളഞ്ഞാൽ മാറുന്നതായിരിക്കാം. ഇവർക്ക് മനസ്സിലായി അസുഖം സീരിയസ് അല്ല, അതങ്ങ് എടുത്ത് കളഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞ് എന്ന് പണി കാണുന്നത് പോയിട്ട്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ കഴിഞ്ഞൊന്നും പറഞ്ഞില്ല, ഇവർക്കത് മനസ്സിലായി. ഇത് വലിയ സീരിയസ് അല്ല ഈ അസുഖം, ഇത് പ്രശ്നമൊന്നുമില്ല എന്ന്. ഇത് ആദ്യമേ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? രേണുവിന് നിൽക്കാൻ മേല, രേണുവിൻ്റെ ചേച്ചി രേണുവിനെ വട്ടം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നെടുക്കുന്ന ഒരു വീഡിയോ. അതുപോലെ തന്നെ പലരും അവരെ കാണാൻ ചെല്ലുമ്പോൾ പറയുന്നുണ്ട് പുള്ളിക്കാരി ഒത്തിരി ഡൗൺ ആയിപ്പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എല്ലാം പറഞ്ഞിരുന്നതാണ്.
ഇപ്പം ഇത്രയും ദിവസം കൊണ്ട് ആ പറഞ്ഞൊക്കെ പോയി എന്നാ ദിവസങ്ങളായി. അത്രയും ഇവരതൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ അഭിനയിക്കുമല്ലായിരുന്നു ഈ ഓഡിയൻസിന്റെ മുന്നിൽ ഇതുപോലെ വയ്യാന്നും പറഞ്ഞുകൊണ്ട് അല്ലേ? എന്നാതിനാണ് അഭിനയിക്കുന്നത്? ഇവർ പറയാറുണ്ടല്ലോ ഇവരെ പ്രേക്ഷകരാണ് വളർത്തിയത്, ഞങ്ങളൊക്കെ പോട്ടെ, റിയാക്ഷൻ മീഡിയക്കാർ മൊത്തം പോട്ടെ, അവരുടെ ശത്രുക്കളാണെന്ന് വിചാരിക്കും. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരില്ലേ, ഒരുപാട് ആൾക്കാരുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വീട്ടമ്മമാരാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീട്ടമ്മമാർ തന്നെയല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നവരെ അവരെയൊക്കെ പൊട്ടരാക്കുമല്ലായിരുന്നു ഇവർ ചെയ്യുന്നത് അല്ലേ? ഇവരുടെ ആ ഒരു അവസ്ഥ കണ്ട് വിഷമിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. കാര്യം ചിലരൊക്കെ അതിന് തരുന്ന കമൻറ്റ് കണ്ടാൽ നമുക്കൂടെ അങ്ങ് സങ്കടം വരും. അവരൊക്കെ അതുപോലെ ഇവരെ സ്നേഹിക്കുകയും ഇവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ എല്ലാം പൊട്ടരാക്കിക്കൊണ്ടാണ് ഇവർ ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവര് ഫസ്റ്റ് വീക്കില് കീമോ ചെയ്തവരെ മുടി കൊഴിഞ്ഞു എന്ന് പറയുന്നു. ആ ആരെയും മുടി കൊഴിഞ്ഞു പോകത്തില്ല. രണ്ടോ മൂന്നോ കീമോ കഴിയുമ്പോ എന്റെ അമ്മയ്ക്കൊക്കെ നല്ല മുടിയുള്ള ആളാണ്. അമ്മയുടെ സത്യം അമ്മയുടെ കൺസെപ്റ്റ് മുടിയില്ലാത്തൊരു പെണ്ണുങ്ങളല്ലെന്നാണ് എന്റെ അമ്മ. എനിക്ക് ഒട്ടും മുടിയില്ല. അമ്മ എപ്പോഴും പറയും മുടിയില്ലാത്തൊരു പെണ്ണുങ്ങളുള്ളത്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ആദ്യത്തെ ആഴ്ച മുടി കൊഴിയത്തില്ല, 3 വീക്സ് ഒക്കെ. മൂന്നാമത്തെ കീമോ അത് അമ്മയ്ക്ക് 3 വീക്കിലിയാണ് കീമോ. മൂന്നാമത്തെ ആഴ്ചയിൽ മുടി കൊഴിയും. അത് മുടി ഇങ്ങനെ അവര് തറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ ഒന്നിച്ചിളകി പോവാണ്ടാവുക. ഭയങ്കരമായി സഹിക്കാൻ പറ്റാത്ത തലവേദനയായിരിക്കും മുടി പറഞ്ഞു പോകുമ്പോ, തലയെ തൊടുമ്പോ. ഒരു ഡോക്ടറുടെ അഭിപ്രായ വിഷയത്തിൽ വന്നതിൽ വളരെ സന്തോഷം മാഡം. ഞാനിത് എന്തായാലും പബ്ലിക്കിലേക്ക് ഇടും, കാരണം ആളുകൾക്ക് മനസ്സിലാകട്ടെ. ഞാനിങ്ങനെ പൊതുവെ അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളൊന്നും അല്ല, പക്ഷെ എന്നാലും പ്രതികരിക്കണമെന്ന്. ഇത് ഒരാൾ മാത്രം പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഇത് ഒരുമാതിരി ഈ ഡോക്ടർ പറഞ്ഞതിന് ശരിയാണ് കേട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ കൊച്ചിന് ഈ അസുഖം വന്ന് ഞങ്ങൾ ആരും അറിഞ്ഞ പോലും ഇല്ല കേട്ടോ. ഒരുപാട് കഴിഞ്ഞാണ് ഞങ്ങളൊക്കെ അറിയുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് ക്ഷീണിച്ചായിരുന്നു, ഈ കൊച്ചു ഒരുപാട് ക്ഷീണിച്ചായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചതിനെ ഒരുപാട് ക്ഷീണിച്ചല്ലോ എന്ന് വെച്ചപ്പോൾ ഞങ്ങളൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ നടക്കുന്നവരായിരുന്നു ഞാൻ കൊച്ചൊക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല ചേച്ചി വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അതിന് പുറത്താരും പറയാനുള്ള ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും അത് പറയാതിരുന്നത്. അന്നേരം പറഞ്ഞു വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഇതിൻ്റെ മുടിയൊക്കെ പിന്നെ പോകാൻ തുടങ്ങിയപ്പോഴാണ് അന്നത്തേക്ക് 2-3 കീമോ ആയ കൊച്ചിന്. അപ്പോൾ അത്രയും ആയിക്കപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു കേട്ടോ. ഒരുപാട് വൈകിയാണ് അവർ അറിഞ്ഞത് അതാ പറ്റിപ്പോയത്. കാര്യം ചുമയുണ്ടായിരുന്നു, ലെൻസിനായിരുന്നു. പക്ഷെ ചുമ വന്നപ്പോൾ ഓർത്ത് സാധാ ചുമയാന്ന് ഓർത്ത്. ഇടയ്ക്ക് പനി വരും, അപ്പോൾ പനിയുടെ ചുമയാണെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ഈ ചുമ മാറാതെ ഇങ്ങനെ നിന്നപ്പോഴാണ് ഇതെന്നാന്നറിയാൻ വേണ്ടി പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇതാണ്. അന്നേരത്തേക്ക് ഒരുപാട് വൈകിപ്പോയി. അങ്ങനെ അത്രയും ഇതായിപ്പോയതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ആ കൊച്ചു വന്നിച്ച് അത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഞാൻ കണ്ടതാണ്, ഒരുപാട്. അതൊക്കെ കൊണ്ടാണ് പറയുന്നത് ഇത് ഫസ്റ്റ് ഇത് തന്നെ ആ മുടി. എനിക്ക് സത്യം പറഞ്ഞാൽ മുടിയൊക്കെ വലിച്ചു കുറച്ച് കാണിക്കുന്നപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമാണ്. എനിക്കതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്നതോ പോലെ വരും കേട്ടോ. ഒരു വല്ലാത്തൊരു ഇതുപോലെ എൻ്റെ മുടിയെ പിടിച്ച് വലിച്ചു പറിക്കുന്ന പോലെയൊക്കെ എനിക്കങ്ങ് തോന്നും. അവരതൊക്കെ എന്നാത്തിനാണ് നമുക്കറിയാം. ഈ ഒരു അസുഖം വന്നാൽ മുടി പോകും എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അത് വലിച്ചു പറിച്ചൊക്കെ എടുത്ത് വീഡിയോയിൽ തന്നെയല്ല, എനിക്കറിയാൻ പറ്റാത്ത ഒരു കാര്യം, ഒരു സംശയം കൊണ്ടുണ്ട് കേട്ടോ. ഈ റേഡിയേഷൻ ഉള്ളതല്ലേ ഈ ഫോൺ എന്ന് പറയുന്ന സാധനം. പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും ഈ ഫോൺ എടുക്കരുത് എന്ന് പലരും പറയാറുണ്ട് ഇല്ലേ? എന്ന് പറയുന്നത് തന്നെ ഇവർ ഇത്രയും വയ്യാതിരിക്കുന്നിടത്ത് ഇവർ ഈ ഫോൺ ഇതുപോലെ ഉപയോഗിക്കുന്നതിനകത്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതുപോലെ ഒരു ഫോൺ ഉപയോഗിക്കുന്നത് അവർ എപ്പോഴും റീലെടുക്കലും ഫോണിനകത്തെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല. സാധാരണ ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കും. ഇവരാദ്യം കുറേ പ്രാർത്ഥനയും പാട്ടും കാര്യങ്ങളും, എന്നിട്ട് ഇവർ ആ സമയത്തൊക്കെ പറഞ്ഞു ഇതിൽ നിന്ന് ഞാൻ എണീറ്റ് വന്നാൽ ഞാൻ ദൈവവേലയ്ക്ക് പോകും, ആ കൂടെ തന്നെ എൻ്റെ തൊഴിലും കൊണ്ടുപോകും എന്നൊക്കെ ഇവർ പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും ഓർത്തു അവർക്കൊരു മാനസാന്തരം വന്നു. നമുക്ക് മനുഷ്യർക്ക് തെറ്റ് പറ്റും, പറ്റാത്തവരാരും ഇല്ല ലോകത്ത്. എല്ലാ മനുഷ്യരും നല്ലവരൊന്നുമല്ല, എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലുമൊക്കെ രീതിയിലൂടെ തെറ്റ് പറ്റും. പക്ഷേ തിരുത്തി നമ്മൾ വരുമ്പോഴത്തേക്കാണ് നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന അന്നേരമാണ്. അപ്പോൾ ഞാൻ ഇവരുടെ ഇതൊക്കെ കേട്ടപ്പോൾ ഓർത്തു ഇവരുടെ ഈ പഴയ സ്വഭാവങ്ങളൊക്കെ മാറി, ഇവർക്കൊരു മാറ്റമൊക്കെ വന്നു. ഇവർക്ക് മനസ്സിലായി ഇവർ കാണിച്ചു കൂട്ടിയ തെറ്റുകളാണെന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. ഇവർ തിരിച്ചു വന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ കാണിക്കുന്നുണ്ടപ്പോൾ ഇതെല്ലാം ഇവരുടെ അഭിനയമാണ്. എല്ലാം ഇവർ നേരത്തേനേക്കാൾ അപ്പുറമാകും ഈ അസുഖം മാറി ഇവർ വന്നു കഴിയുമ്പോഴത്തേക്ക്. പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് അവരിപ്പോൾ തീരും, നാളെ തീരും എന്നൊക്കെ. ഒരിക്കലുമില്ല. കാര്യം നമുക്കറിയാം ക്യാൻസർ പേഷ്യൻ്റ് ഇവരെ കയ്യിലിരിപ്പോണ്ട് ദൈവം വല്ല ശിക്ഷിച്ചാലേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇവരിപ്പോൾ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇവർക്ക് ഈ പറയത്തക്കത് വലിയതായിട്ട് ഇവരുടെ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തന്നെയല്ല, ഒരു ഡോക്ടറാണ് ഇപ്പോൾ ആ കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പം ഒരുപാട് അങ്ങോട്ട് ദൈവത്തെ പരീക്ഷിക്കാൻ നിൽക്കുമ്പോൾ ദൈവം തമ്മിൽ നമ്മളെ ശിക്ഷിച്ചു തുടങ്ങിയാൽ പിന്നെ ഈ ഭൂമിയിൽ ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ദൈവത്തെ പരീക്ഷിക്കാൻ നിൽക്കരുത്. ദൈവം തമ്മിൽ നമുക്ക് ഒരു ചെറിയ കൊട്ട് തരുമ്പം അതെന്തിനാന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്നൊന്ന് മാറി നമ്മൾ ഒരിച്ചിരി ഒന്ന് ഇതാകുവാണെങ്കിൽ, ഒന്ന് ഒതുങ്ങുവാണെങ്കിൽ, ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഒരു അസുഖമായിട്ടിരിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ടാണ് ആരും ഒന്നും പറയാതിരിക്കുന്നത്. പക്ഷേ അത് അവർ നല്ലപോലെ മുതലെടുക്കുന്നുണ്ട്. അവർക്ക് ഈ അസുഖമുള്ളതുകൊണ്ട് ഇവരെ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവർ വന്ന് ആ പറയുന്നവരെ ചീത്ത വിളിക്കുമെന്ന് ഇവർക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇവരെന്നറിയോ, ഇങ്ങനെ വരുന്നവരെ ഇവർ ശരിക്കും അതുകൊണ്ട് ഇവർ നല്ലപോലെ മുതലെടുക്കുന്നുണ്ട്. ഇവർക്ക് എന്തും കാണിക്കാം. ഇവർ കാണിച്ചു കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്നതിന് സപ്പോർട്ട് ചെയ്ത് ആ വരുന്നവരെ തെറി വിളിക്കാൻ വേറെ ആൾക്കാരുണ്ട് എന്നുള്ളത് ഇവർക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഇവരെന്നതും കാണിക്കും. പിന്നെ എന്നാ കാണിച്ചാലും കിച്ചുവിനെ വെറുതെ വിട്ടേക്ക്. അവൻ എങ്ങനെയും ജീവിച്ചു പോട്ടെ, അവൻ്റെ തൊഴിലും ചെയ്ത് അവൻ ജീവിച്ചു പോട്ടെ.
അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ പറയും കിച്ചു നല്ലവനല്ല എന്ന്. ആരാണ് നല്ലവരായിട്ടുള്ളത്? ആരെങ്കിലും ഉണ്ടോ നല്ലവരായിട്ടുള്ളത്? കിച്ചു നല്ലവനല്ല, അത് അവൻ തന്നെ തുറന്നു പറഞ്ഞ കാര്യമാണ്. ഞാൻ നല്ലവനല്ല, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷെ തെറ്റ് പറ്റിയെടുത്തൊന്ന് തിരുത്തി ഒരാൾ വരുമ്പോൾ നീ പണ്ട് അങ്ങനെ കാണിച്ചതല്ലേ ഇങ്ങനെ കാണിച്ചതല്ലേ എന്ന് ചോദിക്കുവാണെങ്കിൽ ഇവിടെ പലരും പണ്ട് പലതും കാണിച്ചിട്ടുണ്ട്, പല രീതിക്കും പലതും കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പെട്ടെന്നങ്ങ് മറന്നേച്ച് ഒരു ചെറുക്കൻ്റെ പുറത്തോട്ട് മാത്രമായിട്ട് അങ്ങനെ കുതിര കയറാതെ മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.